എന്നാ തൃക്കേട്ട ദിനത്തിലെ പൂക്കളിടുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ മറ്റു വിശേഷങ്ങളൊക്കെ കണ്ടു നോക്കൂ. ഹേ ഗായ്സ്, ഞങ്ങൾ എന്നത്തേതും പോലെ കിഴക്കേ നടയിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിന്തയും പൊപ്പയും കൂടിയിട്ട് കടയിലുള്ള ഒരു ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് നേരെ കിഴക്കേ നടയിലോട്ട് പോവാണ്. അപ്പോൾ അവിടെയാണല്ലോ പൂക്കളിടുക, എല്ലാവർക്കും അറിയുന്നതാണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അതാ ഡിസൈനൊക്കെ വരച്ച് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമായി. കാരണം സ്റ്റാർട്ടിങ് തൊട്ടേ വീഡിയോ എടുക്കാൻ പറ്റുന്നത് ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. അങ്ങനെ അപ്പോൾ ഞങ്ങൾ നേരത്തെ എത്തിയതുകൊണ്ടാണ് ഡിസൈനൊക്കെ വരക്കുന്നത് തൊട്ടേ എടുക്കാൻ പറ്റുന്നത് കേട്ടോ. അങ്ങനെ അവിടെ ഇരുന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴാണ് ചിന്തയും പപ്പയും കൂടിയിട്ട് ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിരുന്നത്. അവർക്ക് സ്ഥിരം പോകുന്നതുകൊണ്ട് ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അവിടെ ഈ ഉണ്ണി അമ്മയുടെ അച്ഛൻ്റെയും കൂടെ എന്നും പൂക്കളിടുന്നത് കാണാൻ വരാറുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇവർക്ക് പരിചയം. അവിടെ ഇരുന്ന് കത്തി വെക്കുകയാണ് മൂന്നാളും കേട്ടോ. അങ്ങനെ ഞാൻ ആ സമയം കൊണ്ട് വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ പൂക്കളിടുന്നതൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവർ വിജീഷേട്ടനെ കണ്ടത്. അങ്ങനെ വിജീഷങ്ങളിനെ കണ്ട പിന്നെ ചിന്ത എൻ്റെ അടുത്തൊന്നും വരില്ല, അങ്ങനെ ഓടി നടക്കുകയാണ്. അപ്പോൾ അവിടെ എല്ലാവരുമായിട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചിന്ത കുറേ സംസാരിക്കും, പൊപ്പ അധികം സംസാരിച്ചില്ലെങ്കിലും അവിടെ പോയി നിൽക്കും കേട്ടോ. അങ്ങനെ ഞാൻ വീണ്ടും വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് അവർ വിജീഷേട്ടൻ്റെ കൂടെ ആടിനെ കാണാൻ വേണ്ടിയിട്ട് പോയി വരാണ്. അങ്ങനെ അങ്കിളിനിട്ട് ഓടിപ്പിക്കുകയാണ്, ഓടിക്കളിക്കാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മൂന്നാളും കൂടി ഓടി വരാണ്. കുറേ നേരം അങ്ങനെ അവർ ഓടിക്കളിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ പൂവൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. രഞ്ജിത്ത് ഗുരുവായൂരിൻ്റെ സമർപ്പണമായിരുന്നു ഈ പൂക്കളം. 70 കിലോ പൂക്കളാണ് ഈ പൂക്കളത്തിനായിട്ട് ഉപയോഗിച്ചത്. താമരയിലയിൽ കിടക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ രൂപം ഡിസൈൻ ചെയ്തത് സുമേഷ്, നീതു സുമേഷ്, രതീഷ്, രാജേഷ്, ഹരിപ്രസാദ്, രഞ്ജിത്ത്, അനന്തു, അച്ചു എന്നിവർ ചേർന്നിട്ടാണ്. കാണില്ല എന്ന് പറഞ്ഞ തെരഞ്ഞു നടക്കാണ് രണ്ടുപേരും കൂടിയിട്ട് കേട്ടോ. ഇതുപോലെ പൂക്കളിടുന്നത് സ്റ്റാർട്ടിങ് സ്റ്റേജ് തൊട്ട് പോയി കാണാന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. കാരണം നമുക്ക് അവർ എടുക്കുന്ന എഫേർട്ട് എത്ര ഉണ്ടെന്നുള്ളത് മനസ്സിലാവും. എത്ര മണിക്കൂറുകളോളം ഇരുന്നിട്ടാണ് അവരത് ഡിസൈൻ ചെയ്തെടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ അത്തം തൊട്ടേ പോകുന്നുണ്ട്. നല്ലൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. കുറച്ച് നേരത്തെ വന്നു ഇന്ന്, പക്ഷേ നേരത്തെ തന്നെ പോവാണ്. 12 മണി ആയിട്ടില്ല. 12 മണിയായി. ഞങ്ങൾ പോവാണ്. ഇപ്പോൾ തിരിച്ചു വരുന്ന വഴി സ്നാക്സ് കഴിക്കുന്നത് ഒരു ശീലമായി മാറിയേക്കാണ്. അങ്ങനെ ടീ സോണിൽ കയറിയിട്ട് സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ പോന്നു. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഹായ് ഗായ്സ്, തൃക്കേട്ട നല്ല പൂക്കളം കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ്. അപ്പോൾ 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് ലേറ്റാണ്, കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എഡിറ്റിങ്ങൊക്കെ പെൻഡിങ് ആണ്, കുറേയൊക്കെ വ്ളോഗ് അപ്ലോഡ് ചെയ്യാനുണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് തൃക്കേട്ട നാളിൽ ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഒരുക്കിയ പൂക്കളത്തിൽ താമര പൊയ്കയിൽ താമരയിലയിൽ കമഴ്ന്ന് കിടക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ രൂപം. എത്ര മനോഹരമാണ് അല്ലേ. ഞാനിങ്ങനെ നോക്കി നിന്ന് പോയി. ലൈവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ പോകുമ്പോഴൊക്കെ നെറ്റ്വർക്ക് പ്രോബ്ലം ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ ലൈവ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിലും ലൈവ് കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കണം കേട്ടോ. അതുപോലെ തന്നെ ഷോർട്സ് ഇടാറുണ്ട്. പിന്നെ വ്ളോഗ് ചിലപ്പോൾ ഒരു ദിവസം വൈകിട്ടായിരിക്കും ഇവിടെ, കാരണം 2 ദിവസം പോകുന്നുണ്ട്. രാത്രി കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് തിരിച്ചു വരുന്നത്. പിന്നെ അതുപോലെ തന്നെ രാവിലെയും പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഡിറ്റിങ്ങൊക്കെ കുറച്ച് പെൻഡിങ് ആണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് വീഡിയോസ് എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ചധികം നേരം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു. കൺകുളിർക്കെ കണ്ണൻ്റെ രൂപം കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് കേട്ടോ. you.
ഗൈസ്. അപ്പോൾ ഞാൻ തിരിച്ചു പോവാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലാത്തവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.